ഡോക്ടർ എന്താണ് ഈ മാർസോക്കിസം? ഈ മാസോക്കിസം എന്ന് പറയുന്നത് അത് ആ പേര് വന്നു തന്നെ ആ വ്യക്തിയുടെ ഒരു ഇതിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഇത് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. ലൈംഗികമായിട്ട് അനുഭൂതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വേദന അനുഭവപ്പെടണം. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടി 10-14 വയസ്സായ ഒരു കുട്ടി സ്വയംഭോഗം ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ സ്വയംഭോഗം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുട്ടിയുടെ അമ്മ കാണുന്നു. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ല, കുട്ടിയുടെ അമ്മ കാണുന്നു. അമ്മ ഒരു നല്ല വടിയെടുത്തിട്ട് അവന് എൻ്റെ പുറത്തിനൊരു നല്ല അടിയും കൊടുക്കുന്നു. ഇത് ഈ മഹാ തെറ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനെ മഹാ തെറ്റ് ചെയ്തുകൊണ്ട് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തെറ്റാണ്. അപ്പോൾ കുട്ടി 14 വയസ്സായ ഒരുത്തം സ്വയംഭോഗം ചെയ്യാന്നുള്ളത്. അതിന് അടി കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ രതിമൂർച്ച നടക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ശുക്ലവിസർജനവും ഓർഗാസവും ഉണ്ടാകുകയായിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് ഈ അടി കിട്ടാതെ എന്ത് കിടക്കില്ല? ഓർഗാസം ഉണ്ടാവില്ല. ശുക്ലം പോവും, ഓർഗാസം ഉണ്ടാവില്ല. അപ്പം അത്തരം ചില വ്യക്തികളുണ്ട്. അവർക്ക് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാര്യയോട് പറയും എന്നെ തല്ല്, എന്നെ പിച്ച് എന്നുള്ളത് അങ്ങനെയൊക്കെയുള്ള അവർക്ക് ആദ്യം ലൈംഗികമായിട്ട് അനുഭൂതി ലഭിക്കുന്ന അത്തരം എന്തെങ്കിലും കാര്യത്തിൽ കൂടി ആയിരിക്കും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള രതിമൂർച്ച ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം വേദന ഇണ തന്നെ വേദനിപ്പിക്കുകയും കൂടി ചെയ്യണമെന്നുള്ള ഒരവസ്ഥ വരുന്നതാണ് മാസോക്കിസം. ഇത് അപൂർവമാണ്. എന്നിരുന്നാലും ഇതുവരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു കേസ് ചികിത്സയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല. ഡോക്ടർ, ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങളൊരു സാഡിസ്റ്റാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഈ സാഡിസം എന്ന് വെച്ചാൽ എന്താണ്? സാഡിസം ലൈംഗികമായിട്ടുള്ള സാഡിസവും മറ്റു രീതിയിലുള്ള സാഡിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാലും സാഡിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേദന അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാകുക, അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഇദ്ദേഹത്തിന് ആനന്ദം ഉണ്ടാകുക. അദ്ദേഹത്തിന് വേറെ മെറ്റീരിയൽ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവണ്ട. എന്നിരുന്നാൽ കൂടി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ വളരെയധികം വേദനിപ്പിക്കുക, ബ്രസ്റ്റിലൊക്കെ വല്ലാണ്ട് ഒതുക്കി പിടിച്ച് ഈ സ്ത്രീ നൊലോളിക്കുക, കരയുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന ചില പുരുഷന്മാരുണ്ട്. അതുപോലെ ഒരു മയവും ഇല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ഇതൊക്കെ സാഡിസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ സെക്ഷൽ സാഡിസത്തിൽ നിന്നാണോ മറ്റ് സാഡിസത്തിൻ്റെ ഇത് വന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്നാലും ചില ഓഫീസുകളിലൊക്കെ അതായത് ഒരു ലീവ് അപേക്ഷിക്കുകയാണെങ്കിൽ ലീവ് കൊടുക്കാതിരിക്കുക. അവിടെ ലീവ് കൊടുക്കാവുന്ന സാഹചര്യം ഉണ്ടാവും, എന്നാലും കൊടുക്കാതിരിക്കുക. എന്നിട്ട് അവർ കിടന്ന് വിഷമിക്കുന്നതിന് ബുദ്ധിമുട്ടിക്കുക, അങ്ങനെയുള്ള അത്തരം പീഡനങ്ങളുമൊക്കെ സാഡിസമായിട്ട് പറയപ്പെടാറുണ്ട്. ചില വ്യക്തികൾ എല്ലാ രംഗത്തും സെക്ഷലി മാത്രമല്ല സാഡിസം അവരുടെ കൂടെ കൊണ്ടു കിടക്കുന്നുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ. അത് പല രൂപത്തിലും പല ഭാവത്തിലും അത് കാണപ്പെടുന്നുണ്ടെന്ന് മാത്രം. ഡോക്ടർ, കുറേ മുന്നേ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, മൃതദേഹവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു തരം സ്വഭാവ വൈകൃതമല്ലേ? അത് തീർച്ചയായിട്ടും സ്വഭാവ വൈകൃതമാണ്. അങ്ങനത്തെ ഒരു ചില വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് മോർച്ചറിയിലെ ചില അറ്റൻഡർമാർ ഇങ്ങനെയുള്ള പലരും ഈ രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അത് അവർക്ക് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തതാണോ എന്നും പറയാൻ പറ്റില്ല. ചിലർ ശവക്കോട്ടകളിലും മറ്റും പോയിട്ട് അവിടുന്ന് അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. അപ്പോൾ ലൈംഗികതയിലൊരു എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു വളരെ ദുഷ്കരമായ അല്ലെങ്കിൽ ഒരു ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് ഈ ശവങ്ങളുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരവസ്ഥ. അതും അത്തരം വ്യക്തികളെയും ഞാൻ നേരത്തെ പറഞ്ഞോണം പോലീസ് വഴിക്കോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കേസിൽ പെട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അവരുടെ ചികിത്സ നടക്കുകയുള്ളൂ. ഏതായാലും അപൂർവമായി കാണപ്പെടുന്ന ഒരവസ്ഥ തന്നെയാണത്. ഡോക്ടർ, ചിലർ ഈ കുട്ടികളെയൊക്കെ വല്ലാതെ പീഡിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതൊരു ലൈംഗികമായിട്ട് അതെ. അപ്പോൾ അതൊരു സ്വഭാവ വൈകൃതമാണോ? തീർച്ചയായിട്ടും അതെ, അത് നാച്ചുറലുമാണ്. നാച്ചുറലായിട്ട് കുറേ വ്യക്തികളിൽ ഇത് കാണപ്പെടുന്നുണ്ട്. അവർ പീഡോഫീലിക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അവർ കുട്ടികളെ പീഡിപ്പിക്കും, 100% ഉറപ്പാണ്. അപ്പോൾ ചെറിയ കുട്ടികളായിട്ട് അതായത് 2-3 വയസ്സുള്ള കുട്ടികളെ വരെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന വ്യക്തികളുണ്ട്. അത് മുൻകൂട്ടി അറിയാൻ നമുക്കൊട്ട് കഴിയുമല്ലോ ഈ വ്യക്തിക്ക് അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. കാരണം എനിക്ക് പീഡോഫീലി ഉണ്ട്, എന്നെ ചികിത്സിക്കണമെന്നും പറഞ്ഞാൽ ആരും വരില്ല. ഈ നാച്ചുറലായിട്ടുള്ള ഈ സംഗതി വളരെ അപകടം പിടിച്ച ഒന്നാണ്. അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അത്തരം ഏതെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് ഉണ്ടാകുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള വ്യക്തിയോട് പറയാനുള്ളത്,
നിങ്ങൾ ദയവ് ചെയ്ത് ഡോക്ടറെ അടുക്ക വരണം. അത് കഴിഞ്ഞിട്ട് ഇന്ന സൈക്കാട്രിസ്റ്റിനെ ചികിത്സിക്കാൻ കഴിയും ആ കേസ്, സെക്സോളജിസ്റ്റിനെ ചികിത്സിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആ വസ്തുത, നിങ്ങളുടെ പ്രയാസം എന്നതാണ്, നിങ്ങൾക്ക് എന്നെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ഡോക്ടറോട് പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബുദ്ധിമുട്ടുണ്ടാവും. ഭാവിയിൽ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അത് പോവുകയാണെങ്കിൽ അത്ര നിങ്ങൾ ജയിലിനുള്ളിലാവും. അത് ഇത്രയും ജയിലിൽ പോകുന്ന വ്യക്തികളെ പോലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ എല്ലാവരും കൂടെ കുറിഷിക്കുക. അവൻ്റെ അവസ്ഥ എങ്ങനെ അങ്ങനെ വന്നെന്നോ ഇതിന് ചികിത്സ എന്തുണ്ടെന്നോ ഇനി അത്ര അവസരം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാമെന്നുള്ളതല്ല നോക്കുന്നത്. കാരണം അവൻ്റെ ശിക്ഷാകാലാവധി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവൻ ജാമ്യത്തിൽ ഇറങ്ങുമ്പോഴോ പരോളിൽ ഇറങ്ങുമ്പോഴോ ഇതേ സംഭവം തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടാം. അതുകൊണ്ട് പീഡോഫീലിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏത് വ്യക്തിയായാലും ശരി അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകേണ്ടത് ആവശ്യമാണ്. ശിക്ഷ മറ്റൊരു കാര്യം, ശിക്ഷയൊന്നും ഇല്ലാണ്ടിരുന്നാൽ നടക്കില്ല. ശിക്ഷ വേണം, അത് ശരി തന്നെ. എന്നിരുന്നാലും ശിക്ഷ മാത്രം പോരാ. അത് ശിക്ഷ കൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറ്റു വ്യക്തികൾ അത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കാനല്ലേ. പക്ഷെ മറ്റു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതുള്ളവനായി ഈ തെറ്റ് ചെയ്യുക തന്നെ ചെയ്യും, അവൻ ഏതെങ്കിലും രൂപത്തിൽ അത് ചെയ്യും. പിന്നെ കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിച്ച് കൊല്ലുന്നവർ വരെ ഉണ്ട്. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സമൂഹത്തിൽ എപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം ഒരു പ്രായപൂർത്തിയായ ഒരാളായാലും ശരി കുട്ടികളുമായിട്ട് അതിയായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ലൈംഗികപരമായിട്ട് മാത്രമാണോ അതോ ഒരു കുട്ടീൻ്റെ വേദന കണ്ടിട്ട് സന്തോഷിക്കുക എന്നുള്ളൊരു? അതൊന്നുമില്ല. അതായത് ലൈംഗികമായിട്ട് മാത്രം അനുഭവപ്പെടുന്ന കുട്ടിയുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന ഒരു അവസ്ഥ ഈ കൂട്ടരിലില്ല. അത് സാഡിസം പോലുള്ള ഒരു അവസ്ഥയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. ശരിക്കും ഉള്ളത് ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികമായിട്ടുള്ള കുട്ടികളോട് ഒരു ഇത് വരിക. അതേപോലെ തന്നെ ഒന്നാണ് ഈ വയസ്സായവരോട് ഇത് വരുന്നത്. അതായത് 10-20 വയസ്സായ ചില ആൺകുട്ടികൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50-60 വയസ്സായ സ്ത്രീകളെ ഇത് അത്രയ്ക്ക് പ്രായപൂർത്തിയായ അല്ലെങ്കിൽ എട്ടി നടക്കാൻ പറ്റാത്ത അമ്മാമ്മമാരെ വരെ പീഡിപ്പിക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. അതിൽ പിന്നെ എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടും. അതായത് ആ രീതിയൊക്കെ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് ചികിത്സിക്കാവുന്ന കാര്യമാണ്. കുട്ടികളുടേത് അതല്ലല്ലോ, മറ്റത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഡോക്ടർ, സ്ഥിരമായിട്ട് സെക്സ് ടോയ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതൊരു വൈകൃതമാണോ? അയ്യോ, അതിനൊക്കെ വൈകൃതം എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ പറയാൻ പറ്റും? അത് ഒരുത്തൻ സ്വയംഭോഗം ചെയ്യുന്നത് വൈകൃതമാണോ? അതുപോലെ സെക്സ് ടോയ്സ് ഉപയോഗിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? തനിക്ക് ഇണയെ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇണ വേർപിരിഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇത്തരം അവസ്ഥയിലൊക്കെ സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്നത് വൈകൃതമായിട്ട് സ്വാഭാവികമായിട്ട് എനിക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ ഇന്ത്യയിൽ സെക്സ് ടോയ്സിൻ്റെ പ്രദർശനം നിരോധിച്ചിട്ടുണ്ട്, വിൽപ്പന നിരോധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഈ പ്രദർശനം നിരോധിച്ചാൽ പിന്നെ വിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പഴയ 800കളിലുള്ള ഒരു നിയമമാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുള്ള നിയമമാണ്. സെക്സ് ടോയ്സൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓപ്പണായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി വിൽക്കേണ്ട ഒരു ഉപകരണമാണ്. കാരണം അങ്ങനെയെങ്കിലും ലൈംഗികമായിട്ടുള്ള സംതൃപ്തി ലഭിക്കുകയാണെങ്കിൽ സെക്ഷൽ ക്രൈം കുറേയൊക്കെ കുറയും എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ.